ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. LDC സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3 അവസാനം പാലക്കാട്, ആലപ്പുഴ സ്റ്റേജ് 4 കഴിഞ്ഞു. ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ പാലക്കാട്, ആലപ്പുഴയിലെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. ചോദ്യങ്ങൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ കണ്ട ചോദ്യങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികൾ എന്താ പറയുക, ഏറ്റവും കൂടുതൽ കൺഫ്യൂസിങ് അടിച്ച് നെഗറ്റീവ് മാർക്കിലേക്ക് ഏറ്റവും കൂടുതൽ പോയ ഒരു എക്സാമും ശരിക്കും പറഞ്ഞാൽ സ്റ്റേജ് 4 ആണ്. ഓരോ ടോപ്പിക്സും നമ്മൾ അതിക്ക് മുന്നേ സ്റ്റേജ് 1ഉം സ്റ്റേജ് 2 സ്റ്റേജ് 3 കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വന്ന, അതായത് 3 എക്സാമുകളിലും റിപ്പീറ്റ് ചെയ്ത് വന്ന ഏതൊക്കെ കാര്യങ്ങളാണോ പഠിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ നിന്നും തന്നെയാണ് എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി വന്നത്. അപ്പോൾ ആ വീഡിയോ മൊത്തമായിട്ട് കണ്ട ആളുകൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയി എന്ന് പറഞ്ഞുകൊണ്ട് അവർ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഒത്തിരി സന്തോഷം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കട്ട് ഓഫ് നമ്മൾ നിർണ്ണയിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തന്നെ യൂട്യൂബ് ചാനലായിട്ടുള്ള വൺ ക്ലിക്ക് PSCയിൽ പോൾ ചെയ്തേക്കുന്നതിൻ്റെ ആ ഒരു അടിസ്ഥാനത്തിൽ, അതേപോലെ തന്നെ 2021 നമ്മുടെ കട്ട് ഓഫിൻ്റെ ആ ഒരു അടിസ്ഥാനത്തിൽ, അതേപോലെ തന്നെ ഒത്തിരി ഉദ്യോഗാർത്ഥികളുടെ അടുത്ത് പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളുടെ അടുത്ത് ചോദിച്ചതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിൽ കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു കട്ട് ഓഫിലേക്ക് എത്തുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 2021 കട്ട് ഓഫ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും 2021 കട്ട് ഓഫ് എന്ന് പറയുന്നത് ആലപ്പുഴയിലെ 48.67 ആയിരുന്നു. ഓൾറെഡി നമ്മൾ ആ ഒരു വീഡിയോ ചെയ്താണ്. അതിൻ്റെ 1ാം റാങ്ക് കിട്ടിയ ആന്റണി എന്ന് പറയുന്ന ഒരു ഉദ്യോഗാർത്ഥിയുടെ മാർക്ക് എന്ന് പറയുന്നത് 75.33. അതൊക്കെ നമ്മൾ പറഞ്ഞാണ്. മെയിൻ ലിസ്റ്റിൽ ഏകദേശം 704 പേരാണ് അവിടെ വന്നത്. ഓക്കെ, 704 പേരാണ് ആലപ്പുഴയിൽ വന്നത്. നിലവിൽ ആലപ്പുഴയിൽ നമ്മൾ അഡ്വൈസ് എടുത്ത് നോക്കുകയാണെങ്കിൽ 484 പേർക്ക് അഡ്വൈസ് പോയുണ്ട്. ഡേറ്റ് ഓഫ് ലാസ്റ്റ് അഡ്വൈസ് എന്ന് പറയുന്നത് 23/8/2024 ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത്. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമ്മൾ പാലക്കാട് എടുത്ത് നോക്കുകയാണെങ്കിൽ പാലക്കാടിന്റെ കഴിഞ്ഞ 2021 LDCയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 54. മെയിൻ ലിസ്റ്റിൽ 959 പേര് എന്ത് ചെയ്തിട്ടുണ്ട്, ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത് 579 പേർക്കാണ് അഡ്വൈസ് പോയിരിക്കുന്നത്. ഡേറ്റ് ഓഫ് ലാസ്റ്റ് അഡ്വൈസ് എന്ന് പറയുന്നത് 17/7/2024. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ തന്നെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം, ഒരു ദിവസം മുന്നെയാണ് നമ്മളത് ചെയ്തത്. എക്സാം എഴുതിയ ആ സമയത്ത് തന്നെ നമ്മൾ ചെയ്തതാണ്. അതായത് നിലവിൽ നമ്മുടെ പോൾ ചെയ്ത ഉദ്യോഗാർത്ഥി ഏകദേശം ഒരു ഇപ്പോൾ 3000-ഓളം ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൽ പോൾ ചെയ്തിട്ടുണ്ട്. അതിൽ 26% ഉദ്യോഗാർത്ഥികളും 55 to 60 എന്ന് പറയുന്ന ആ ഒരു കട്ട് ഓഫിലേക്കാണ് എത്തി നിൽക്കുന്നത്. 60 to 65 10%, 65 + 70 എന്ന് പറയുന്നത് 8%, 75 + 7 എന്ന് പറയുന്നത് എന്താണ്, 7%വുമാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നിലവിൽ നമ്മളൊരു പോൾ ചെയ്തപ്പോൾ വന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിലും അതേപോലെ തന്നെ PSC ഓരോ തവണയും കാണിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. കാരണം ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഫൈനൽ ആൻസർ കീ കൊല്ലം, കണ്ണൂർ വന്നപ്പോൾ നടത്തിയത് എന്താണെന്നുള്ളത് എല്ലാവരും അറിഞ്ഞിരിക്കും. ഇതിൻ്റെ അകത്തും ഉറപ്പായിട്ടും ഡിലീഷൻ പോകാവുന്ന കുറേ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. കാരണം എന്തിനു വേണ്ടിയിട്ടാണ് ഈ പ്രൊവിഷണൽ ആൻസർ കീ ഇത്രയും ധൃതി പിടിച്ചിട്ട് അതിൻ്റെ അകത്ത് കുറേ തെറ്റുകൾ വരുത്തിയതിന് ശേഷം വീണ്ടും ഫൈനൽ ആൻസർ കീ വന്നു കഴിയുമ്പോൾ ഇതൊക്കെ ഡിലീഷൻ ചെയ്ത് എന്തിനാന്നുള്ളത് അറിയാൻ പാടില്ല. ഇതൊക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ചെയ്ത് കൂട്ടുന്നത് എന്നുള്ളതും നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, നമുക്കറിയാൻ പാടില്ല. ഇനി ഇതൊക്കെ ആരുടെ അടുത്ത് പറഞ്ഞാൽ ഇതിനൊക്കെ ഈ സമ്പ്രദായത്തിനൊക്കെ മാറ്റം വരുമെന്നുള്ളതും അറിയാൻ പാടില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ആദ്യത്തെ റാങ്കിലേക്ക് വരികയാണെങ്കിൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു റാങ്ക് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ മാത്രം ജോലി കിട്ടും എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാക്സിമം കൊടുക്കാവുന്ന എഫേർട്ട് മൊത്തമായിട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മൾ ഈ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്ത, അതായത് ഓരോന്നും, അതായത് നമ്മൾ ഹരിത വിപ്ലവം ചെയ്തു, അതേപോലെ തന്നെ നീതി ആയോഗ് ചെയ്തു, അതേപോലെ തന്നെ നമ്മുടെ മനുഷ്യാവകാശം, വിവരാവകാശം, അതേപോലെ തന്നെ ഗാർഹിക പീഡന നിരോധന നിയമം, പോക്സോ ആക്ട്, അങ്ങനെ എല്ലാത്തിൽ നിന്നുമുള്ള ചോദ്യങ്ങൾ വളരെ ഗംഭീരമായി തന്നെ PSC ചോദിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് PSC എന്താണോ ഇപ്പൊ ചോദിക്കുന്നത് ആ ചോദ്യങ്ങളെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, അവർ പറയുന്ന ആ ഒരു പാറ്റേണിൽ തന്നെയാണ് ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ജില്ലക്കാർ അത് മാത്രം പഠിച്ചു പോയാൽ മതി നല്ലൊരു റാങ്കിലേക്ക് വരാനായിട്ട്, കൂടാതെ കോർ സബ്ജക്റ്റും. ഇനി നമുക്ക് നിലവിലെ ഇന്നത്തെ എക്സാം എന്ന് പറയുന്നത്, അതായത് നമ്മൾ നോക്കുമ്പോൾ ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു എക്സാമാണ്. അതായത് അത്യാവശ്യം നല്ല എളുപ്പമായിട്ട് തോന്നും. പക്ഷേ അതിൻ്റെ ഒരു
എന്താ പറയുക, റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ് എന്ന് പറയുന്ന ആ ഒരു ഫ്രേസ് നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടിട്ടുണ്ടാവും, ഇഡിയം. അതിൻ്റെ അത് പറയുമ്പോൾ വരികൾക്കിടയിലൂടെ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എക്സാം എന്ന് പറയുന്നത് അത്രയ്ക്ക് അങ്ങ് എളുപ്പമൊന്നും അല്ല. കാരണം പുറമേ നിന്ന് ചില ഉദ്യോഗാർത്ഥികൾ ഇപ്പം നമ്മുടെ തന്നെ എന്താണ് ഈ ഒരു കട്ട് ഓഫിൻ്റെ വീഡിയോ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും താഴെ വരും, സാറേ 80 മാർക്കിന് മുകളിലേക്ക് എനിക്കുണ്ട്, എനിക്ക് എന്താണ് ജോലി കിട്ടാനുള്ള ചാൻസ് ഉണ്ടോ, 90-ന് മുകളിലേക്ക് ഉണ്ട്, ഭയങ്കര പേടിയാവുന്നു സാർ, എനിക്ക് ജോലി കിട്ടുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള മെസ്സേജസ് താഴെ വരും. ദൈവത്തെ വിചാരിച്ച് എന്തിനാണ് ഇവർ ഇങ്ങനെ ചെയ്തു കൂട്ടുന്നത് എന്നുള്ളത് അറിയാൻ പാടില്ല. ഈ പറയുന്ന ആളുകൾ ഈ എക്സാം എഴുതിയിട്ടുണ്ടെന്നോ പോലും അറിയാൻ പാടില്ലാത്ത ആളുകളാണ്. അതായത് മാനസികമായിട്ട് മറ്റുള്ള ഉദ്യോഗാർത്ഥികളെ ഏതൊക്കെ രീതിയിലേക്ക് സമ്മർദ്ദത്തിലേക്ക് ആക്കാമോ അതിന് വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്ന പ്രഹസനങ്ങളാണ് ഇതൊക്കെ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതൊന്നും ആലോചിച്ച് പേടിക്കൊന്നും വേണ്ട, അങ്ങനെ ഒരു സംഭവം ഒന്നും വരത്തില്ല. കോർ സബ്ജക്റ്റ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ്, അതേപോലെ തന്നെ മാത്സ്, മലയാളം. നമുക്ക് ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് ഒന്ന് നോക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ കോർ സബ്ജക്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇംഗ്ലീഷിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ പറയുന്ന ക്വസ്റ്റ്യൻ ടാഗ്, അതേപോലെ തന്നെ ഇഫ് ക്ലോസ്, അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന എല്ലാം തരത്തിലുള്ള അതായത് ഇൻഡയറക്റ്റ് സ്പീച്ച്, അതേപോലെ തന്നെ എന്താണ് ഒരു എന്താണ് നമ്മുടെ ഇഡിയം വന്നിട്ടുണ്ട്. അപ്പോൾ അതേപോലെ എന്താണ് ഏകദേശം കുഴപ്പമില്ലാത്തൊരു ലെവലിൽ എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ഒരു 7 മാർക്കിലേക്കൊക്കെ എത്താവുന്ന തരത്തിലേക്ക് ഇംഗ്ലീഷിൽ നിന്ന് നമുക്ക് കിട്ടും. മലയാളവും ഒത്തിരി അങ്ങോട്ട് ഉദ്യോഗാർത്ഥികളെ എന്ത് ചെയ്തിട്ടില്ല, ഒരു ഭയങ്കരമായിട്ടൊരു ഹെവി ലെവലിലേക്ക് കൊണ്ടുപോകാനായിട്ട് നോക്കിയിട്ടില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലെവലിൽ എല്ലാം തന്നെ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു 7-8 മാർക്കിലേക്ക് മലയാളത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് മാത്സിലേക്ക് പോവുകയാണെങ്കിൽ മാത്സും വലിയ കുഴപ്പമില്ലാതെ ഒരു 7 മാർക്ക് അല്ലെങ്കിൽ ഒരു 8 മാർക്കിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാത്സിനും എത്താൻ പറ്റും. അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. അതായത് ആക്ച്വലി നമ്മൾ ഈ ഒരു എക്സാമിന് മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, അതായത് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞിട്ട് അതായത് എന്താണ് ഈ പറയുന്ന കോർ സബ്ജക്റ്റ് വലിയ കുഴപ്പമില്ലാത്ത ലെവലിലേക്ക് വരികയാണെങ്കിൽ ഏതാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ അകത്ത് പെർഫോം ചെയ്യാൻ പറ്റുന്നത് അതിൽ നിന്നും എന്ത് ചെയ്യുക, നല്ല രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കോർ സബ്ജക്റ്റിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഏകദേശം ഒരു 21 to 25 മാർക്ക് നമുക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഈ പറയുന്ന സ്റ്റേജ് 4 എന്ന് പറയുന്നത്. ഇനി നമ്മൾ നേരെ GK പോർഷനിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ GK പോർഷനിൽ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞ ഓരോന്നും അങ്ങനെ തന്നെയാണ് ചോദിച്ചേക്കുന്നത് മക്കളെ. ഏകദേശം നമ്മൾ പഠിപ്പിച്ച ഒരു പോർഷനിൽ നിന്ന് 73ഓളം ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത്. വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് ഇത്രയും ക്ലാസ്സുകളാണ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ളൂ. ഏറ്റവും ലേറ്റസ്റ്റ് കിടന്ന 2 ക്ലാസ്, അതായത് ഉറപ്പായിട്ടും നിങ്ങൾ പഠിച്ചിട്ട് പോകണം. ഇതാണ് ഏറ്റവും ടോപ്പായിട്ട് എന്താണ് കഴിഞ്ഞ 3 എക്സാമുകളിലും സ്റ്റേജ് 1, 2, 3 ആവർത്തിച്ചത്. അതുകൊണ്ട് തന്നെ നിങ്ങളത് നോക്കിയിട്ട് പോകണമെന്ന് പറഞ്ഞു. അത് അങ്ങനെ തന്നെയാണ് PSC എന്ത് ചെയ്തേക്കണേ, ചോദിച്ചേക്കണം. അപ്പോൾ അതൊക്കെ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മളെ ഏറ്റവും എന്താ പറയുക, ഈ പറയുന്ന സൺയാറ്റ്സെന്നിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ എന്താണ് മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ചുമ്മാ പറഞ്ഞതാണ് UN ഇപ്പോൾ എത്ര അംഗങ്ങളുണ്ട്, 193. അതൊക്കെ ആ ഒരു സമയത്ത് വെറുതെ പറഞ്ഞാണ്. 1ാം കറുപ്പ് യുദ്ധം അതങ്ങനെ തന്നെ ആ ക്ലാസ്സിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആ ക്ലാസ് 2 ഞാൻ വീഡിയോ ലിങ്ക് ഒന്ന് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, ഒന്ന് പോയി കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്കത് വ്യക്തമായിട്ട് മനസ്സിലാവും. അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന പഞ്ചവത്സര പദ്ധതി, ഇത് ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ച ഏത് പഞ്ചവത്സര പദ്ധതിയാ, 3 എന്നുള്ളതാണ്. അവരത് കൊണ്ടുവന്ന് മാറ്റിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി അത് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും, ഡിലീഷൻ ചിലപ്പോൾ ആവാനൊക്കെ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഫൈനൽ ആൻസർക്ക് വരുമ്പോൾ നമുക്കറിയാം എന്താണ് ഇനി അവിടെ സംഭവിക്കാൻ പോകുന്നുള്ളത്. അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ്, അങ്ങനെ ഓരോ ചോദ്യങ്ങളും. എന്നാൽ ഇതിൻ്റെ അകത്ത് എന്താണ് ഏറ്റവും കൂടുതൽ കൺഫ്യൂസിങ് ഉണ്ടാക്കുന്ന ചോദ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, PSC ചോദിച്ചിട്ടുണ്ട്. അതായത് എന്താ പറയുക, ഓരോ ക്വസ്റ്റ്യനും എടുത്ത് നോക്കിക്കഴിയുമ്പോൾ ഇതെല്ലാം നമ്മൾ കണ്ടതാണ് അല്ലെങ്കിൽ ഇതെല്ലാം നമ്മൾ വായിച്ചതാണ്, ഇതിൻ്റെ അകത്ത് നിന്ന് ഏതാണ് ഉത്തരം എന്നുള്ളതാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് പറ്റാത്തത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്, ഓരോ പ്രാവശ്യവും നമ്മൾ എന്ത് ചെയ്യുക, പഠിക്കുന്ന സമയത്ത് വീണ്ടും വീണ്ടും എന്ത് ചെയ്യുക, റിവിഷൻ ചെയ്യുക. കല്ലേൽ പൂക്കുടൻ, കണ്ടൽക്കാട്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്താണ് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകളിൽ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. ദുരന്ത നിവാരണം, അതേപോലെ തന്നെ എന്താണ് മുഖ്യമന്ത്രി, ഒക്കെ നമ്മൾ പറഞ്ഞു. അതെല്ലാം അങ്ങനെ തന്നെയാണ് എന്ത് ചെയ്തേക്കണത്, വന്നേക്കണത്. അതേപോലെ തന്നെ എന്താണ് വളരെ കുറച്ച് എന്താണ് നമ്മൾ ടോപ്പിക്കാണ് സയൻസ് സബ്ജക്റ്റിൽ ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ അന്ന് അങ്ങനെ തന്നെയാണ് എന്ത് ചെയ്തേക്കണത്, ടോപ്പിക്സ് നമുക്ക് ചോദിച്ചേക്കണത്. ഓക്കെ, അപ്പോൾ അതൊക്കെ വളരെയധികം സന്തോഷമുണ്ട് അങ്ങനെയൊക്കെ എന്താണ് അതേപോലെ തന്നെ വന്നതിൽ. പിന്നെ അക്വാറീജിയ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്താണ് ഓരോന്നും എടുത്ത് നിങ്ങളുടെ അടുത്ത് എന്ത് ചെയ്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു പോയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്, പഠിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, വളരെ വ്യക്തമായിട്ട് തന്നെ പഠിച്ചു പോവുക. അപ്പോൾ അത് വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ
നമുക്കിനി ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം. ഓക്കെ, ഇനി നമുക്ക് കട്ട് ഓഫ് എന്താണെന്നുള്ളതായിരിക്കും എല്ലാവരുടെയും ടെൻഷൻ. അപ്പോൾ എന്താണ് ഇനി കട്ട് ഓഫ് എന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് പോകാം. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ കോർ സബ്ജക്റ്റ് നമ്മൾ എടുത്തു. കോർ സബ്ജക്റ്റ് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം. ഇത്രയും ഭാഗത്ത് നിന്ന് കോർ സബ്ജക്റ്റിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു 21 to 25 മാർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അതിനുള്ള ചോദ്യം മാത്രമാണ്, എൻ്റെ ബേസ് ചോദ്യങ്ങൾ മാത്രമാണ് വന്നിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ 21 to 25 മാർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഈ ഒരു ഭാഗത്ത് നിന്ന് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ GK പോർഷൻ എടുക്കുകയാണെങ്കിൽ 32 to 35 മാർക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ആ ഒരു ഭാഗത്ത് നിന്ന് സ്കോർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ചിലപ്പോൾ ഡിലീഷന്റെ കാര്യത്തെക്കുറിച്ച് ഇപ്പോഴും ഒരു തീരുമാനമില്ല. കാരണം പഞ്ചവത്സര പദ്ധതി, അതേപോലെ തന്നെ എന്താണ് വിവരാവകാശത്തിന്റെ ഒരു നിലവിൽ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ എന്താണ് അങ്ങനെ നീതി ആയോഗിന്റെ ഒരെണ്ണം. അപ്പൊ അങ്ങനെ ചിലപ്പോൾ അത് ഡിലീഷനിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്, അറിയാൻ പാടില്ല. കാരണം PSC എന്താണ് ഫൈനൽ ആൻസർ കീ വരുമ്പോൾ കൊണ്ടുവന്ന് ഇടണേ എന്നുള്ളത് ദൈവം തമ്പുരാന് പോലും അറിയത്തില്ല. അമ്മാരി പരിപാടിയാണ് കാണിച്ചു കൂട്ടുന്നത്. അപ്പോൾ അതെന്തായാലും അടുത്ത ദിവസങ്ങൾക്കുള്ളിൽ എന്ത് ചെയ്യും, ഫൈനൽ ആൻസർ കീ വരും. അപ്പൊ നമുക്ക് തീരുമാനിക്കാം എന്തായിരുന്നു ഉദ്ദേശം എന്നുള്ളത്. അതേപോലെ തന്നെ എന്താണ് നിലവിൽ അങ്ങനെ നമ്മൾ വച്ച് നോക്കുകയാണെങ്കിൽ, അതായത് കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫിന്റെ അടിസ്ഥാനത്തിൽ, കാരണം കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് ഈ പറയുന്ന പാലക്കാടിന്റെ 54 കട്ട് ഓഫ്. അപ്പോൾ 54 കട്ട് ഓഫ് വന്നു. 2021 പ്രിലിംസ് മെയിൻസ് ഒക്കെ വെച്ച് എക്സാം നടത്തി ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഈ പ്രാവശ്യം പാലക്കാട് എന്ന് പറയുന്നതിന്റെ, അതായത് പാലക്കാട് എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ്, അതായത് കട്ട് ഓഫ് എന്ന് പറയുന്നത് 60+ ആയിരിക്കും. ഓക്കെ, അതായത് 60 മാർക്കിന് മുകളിലുള്ള ഒരു കട്ട് ഓഫിലേക്ക് നമുക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. കാരണം അതിന് മാത്രം വലിയൊരു എന്താണ് ആ ഒരു ചോദ്യത്തിലേക്ക് പോയിട്ടില്ല. 54 കട്ട് ഓഫ് വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷമെങ്കിൽ ഈ പ്രാവശ്യം ഞാൻ നിങ്ങളുടെ അടുത്ത് വേണമെങ്കിൽ പറയാം 50 മാർക്ക് അല്ലെങ്കിൽ 55 മാർക്ക് എന്ന് പറയാം. പക്ഷെ എന്താണ് പാലക്കാടിന്റെ 54 ഈ പറയുന്ന ഒരു കട്ട് ഓഫ് നിൽക്കുന്നു. എക്സാം എന്ന് പറയുന്നത്, അതായത് നിങ്ങൾ ഈ പറയുന്ന ഒത്തിരി അങ്ങ് പഠിക്കാതെ എന്താണോ പഠിക്കേണ്ടത് അത് മാത്രം, അതായത് ഈ പറയുന്ന 2 ക്ലാസ്സിൽ നിന്ന് എന്താണ് 10-30ഓളം ചോദ്യങ്ങളും അതേപോലെ ബാക്കിയുള്ള ക്ലാസ്സുകളിൽ നിന്നുള്ള ചോദ്യങ്ങളും വന്നിട്ടുണ്ട്. എന്താണോ പഠിക്കേണ്ടത് അത് മാത്രം പഠിച്ചു പോയൊരു ഉദ്യോഗാർത്ഥിക്ക് പോലും ഒരു 55-ന് മുകളിലേക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ കട്ട് ഓഫ് എന്ന് പറയുന്ന പാലക്കാടിന്റെ 60+ ആയിരിക്കും. അതേപോലെ ചിലപ്പോൾ എന്താണ് ഇത് നമുക്കൊരു എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് ആണ് കേട്ടോ. ചിലപ്പോൾ ഇങ്ങനെ തന്നെ വന്നോന്നൊന്നുമില്ല. എന്താണ് ഏകദേശം നമുക്ക് എന്താണ് ഇത്രയും ഉദ്യോഗാർത്ഥികളുടെ അടുത്ത് ചോദിച്ചതിന്റെ എല്ലാത്തിന്റെ ആ ഒരു ഇതിൽ പറയുന്നതാണ്. ഏകദേശം എന്താണ് ഒരു 60+ എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു കട്ട് ഓഫിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഏത് പാലക്കാട്. ഇനി നമ്മൾ ആലപ്പുഴ നോക്കുകയാണെങ്കിൽ ആലപ്പുഴയിലെ നിലവിലത്തെ സാഹചര്യം വെച്ച് ഏകദേശം ഒരു 55+ ഒരു കട്ട് ഓഫിലേക്കായിരിക്കാം ആലപ്പുഴയുടെ കട്ട് ഓഫ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കട്ട് ഓഫ് നിർണയം എന്ന് പറയുന്നത്. അത് നമ്മൾ ഇതെന്താണ് ഒരു എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് ആണ്, ഇങ്ങനെ തന്നെ വരും അല്ലെങ്കിൽ എന്താണ് ഇതായിരിക്കും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഏകദേശം ഇനി ഒരു 5ഓളം ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, അടുത്തൊരു ഘട്ടത്തിൽ എന്ത് ചെയ്യും അവരത് ഫൈനൽ ആൻസർ ക്യൂ എന്ന് ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ നിന്നൊക്കെ എന്ത് ചെയ്യും ഡിലീറ്റ് ചെയ്ത് കളയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ അതുങ്ങളെയും കൂടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു കട്ട് ഓഫിലേക്ക് വരുന്നത്. അപ്പോൾ പാലക്കാട് എന്ന് പറയുന്നത് 60+ഉം അതേപോലെ തന്നെ ആലപ്പുഴ എന്ന് പറയുന്നത് 55+ഉം ആണ്. അപ്പോൾ ഇങ്ങനെയായിരിക്കും ഒരു കട്ട് ഓഫ്. നമ്മുടെ ഉദ്യോഗാർത്ഥികൾ ഏകദേശം 55 to 60 ആണ് പറഞ്ഞിരിക്കുന്നത്. ബാക്കിയുള്ള 60 to 65 10% ഉള്ളൂ. എങ്കിലും എന്ത് ചെയ്യാം, ഈ ഒരു കട്ട് ഓഫ് എങ്കിലും പ്രതീക്ഷിക്കാം. കാരണം നമുക്കൊരു ജോലി എന്നുള്ളതാണ് കേട്ടോ. ഞാൻ ആദ്യത്തെ ഒരു 100 റാങ്കിലെങ്കിലും വന്ന് നിങ്ങൾക്ക് ഒരു ജോലി കിട്ടും. വെറുതെ ഒരു എന്താണ് റാങ്ക് ലിസ്റ്റ് മക്കളെ വന്നു അല്ലെങ്കിൽ പേര് വന്നു എന്നുള്ള രീതിയിൽ ഇരുന്നിട്ട് ഒരു പ്രയോജനമില്ല. നമുക്ക് ജോലി കിട്ടാവുന്ന ഒരു മാർക്കിലേക്ക് നമ്മൾ എത്തണം. എങ്കിൽ മാത്രമാണ് നമുക്ക് വിശ്വസിച്ച് മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ അതായത് എന്തെങ്കിലും നമ്മുടേതായിട്ടുള്ള എന്താണ് ചിലപ്പോൾ പ്രൈവറ്റ് ഫേമിൽ പോകേണ്ട, എല്ലാവർക്കും സാമ്പത്തികമായിട്ട് ഒത്തിരി ഉദ്യോഗാർത്ഥികൾ എന്താണ് ബുദ്ധിമുട്ടുന്നതും അതേപോലെ പല പല ജോലിയുടെ ഇടയിലൊക്കെ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വിശ്വസിച്ച് മറ്റൊരു ജോലിയിലേക്ക് പോകാനും ഒക്കെ പറ്റുന്ന ഒരു മാർക്കാണ് ഈ പറയുന്ന. അതിന് മുകളിലേക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഈ ഒരു പഠനം എന്ന് പറയുന്ന സെറ്റ് ആയിട്ടുള്ളൂ, അല്ലെങ്കിൽ ഈ ഒരു എക്സാം സെറ്റ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അല്ലാത്തവർ എന്ത് ചെയ്യുക, ഇനിയുള്ള എക്സാമിലേക്ക് വേണ്ടി പഠിക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക നിങ്ങളുടേതായിട്ടൊരു തീരുമാനത്തിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുക. ഓക്കെ, എന്തായാലും നമ്മുടെ ഈ ഇത്രയും ക്ലാസ്സുകളിൽ നിന്ന് അത്രയും ചോദ്യങ്ങൾ വന്നത് ഒത്തിരി അധികം സന്തോഷമുണ്ട്. ഒത്തിരി ഉദ്യോഗാർത്ഥികൾ നമ്മളെ വിളിച്ചു പറഞ്ഞു, അതൊക്കെ ഒത്തിരി അധികം സന്തോഷമുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു കട്ട് ഓഫുമായി പറയാനുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക്, സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.